ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ ആരും കാണാതെ അനി നന്ദുവിനെ കാണാൻ വീട്ടിലോട്ട് വന്നു. എന്നിട്ട് മൊബൈലിൽ മെസ്സേജ് അയച്ചു, ഇറങ്ങി വരാൻ പറഞ്ഞു, പുറത്തുണ്ടെന്നും പറഞ്ഞു. ഈ സമയത്ത് നന്ദു ആണെങ്കിൽ അച്ഛൻ ഉറങ്ങുകയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇറങ്ങി ചെന്നു. അപ്പോൾ എനിക്ക് തന്നോടൊന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അനി താനീ കാണിക്കുന്നതെന്ന് നന്ദു ചോദിക്കാം. നീ ഇപ്പോൾ പോകാൻ നോക്കാൻ പറഞ്ഞു. അപ്പോൾ എടോ, എനിക്ക് നിന്റെ മറുപടി കിട്ടണം എന്നിങ്ങനെ പറഞ്ഞപ്പം മറുപടി കിട്ടിയിട്ടൊന്നും യാതൊരു കാര്യമില്ല എന്ന് നമ്മുടെ നന്ദു. നിന്റെ വിവാഹം ഫിക്സ് ചെയ്തിരിക്കുകയാണെന്നും ഇതിനപ്പുറം ഒന്നുമില്ല എന്ന് പറഞ്ഞു. എടോ, അതെന്തെങ്കിലും ആയിക്കോട്ടെ, നീ സമ്മതിക്കുവാണെങ്കിൽ ഞാൻ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാണെന്ന് നമ്മുടെ അനി അന്നേരം പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞെട്ടി. എനിക്ക് ഇതേപ്പറ്റി ഒന്നും സംസാരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു നന്ദു, ഞാനൊരു മറുപടി കിട്ടാൻ വേണ്ടിയാ ഈ രാത്രി തന്നെ ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്കാണെങ്കിൽ ഉറക്കവും വരുന്നില്ല. എനിക്കും ഉറക്കമൊന്നുമില്ലെന്ന് നന്ദുവും പറഞ്ഞു. അപ്പോൾ അതെനിക്ക് മനസ്സിലായെന്ന് അനിയും. അതിൻ്റെ അർത്ഥം നീ എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളതല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ നിന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു കാരണവും ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ എന്ന് നന്ദു അന്നേരം പറഞ്ഞു കേട്ടോ. അനന്തപുരിയിലെ മൂർത്തി സാറിൻ്റെ കൊച്ചുമക്കളിൽ ഏറ്റവും നല്ല സ്വഭാവം നിൻ്റെയാണെന്ന് എൻ്റെ നയനേച്ചി പോലും സമ്മതിച്ചിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനിയോട് നന്ദു പറയുക. അത് എനിക്കും അറിയാവുന്ന കാര്യമാണെന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ നീ എനിക്കൊപ്പം നിന്നൂടെ, എൻ്റെ ജീവിതത്തിലേക്ക് വന്നൂടെ, ഞാൻ പറയുന്നൊന്ന് കേട്ടുകൂടെ എന്നൊക്കെ ചോദിച്ചപ്പം അനി ദയവ് ചെയ്ത് ഇപ്പോൾ ഇവിടുന്ന് പോ, എനിക്കിനി ഇതിൽ കൂടുതലൊന്നും അനിയോട് പറയാനില്ല എന്ന് പറഞ്ഞു. ഞാനെന്നാ ഒരു കാര്യം ചെയ്യാം, നയനേടത്തൊരു കാര്യം പറയട്ടെ എന്ന് ചോദിച്ചപ്പം അനി ഒരു കാരണവശാലും നയനേച്ചിയോട് ഈ കാര്യം നീ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു നന്ദു. എൻ്റെ അമ്മ പോലും പറഞ്ഞിട്ടില്ല, പിന്നെ എന്തിനാ നീ അത് പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ എടോ, നമ്മുടെ മനസ്സിനെ ഇഷ്ടപ്പെട്ടവരെ അല്ലേ നമ്മൾ വിവാഹം കഴിക്കേണ്ടത്, അതല്ലേ അതിൻ്റെ ശരി. അപ്പം അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല എന്നും ഇനി കൂടുതൽ എന്നെ വിഷമിപ്പിക്കാതെ നീ പോകാൻ നോക്കാൻ പറഞ്ഞുകൊണ്ട് അനിയെ പറഞ്ഞു വിടുമെന്ന് നന്ദു. പക്ഷെ അനി പോകുന്നില്ല. അപ്പോൾ നിൻ്റെ ഉള്ളിൽ നിനക്ക് ഒരുപാട് ഇഷ്ടമുണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. എനിക്കറിയാതെ നിനക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന്. നിൻ്റെ വിഷാദത്തിൻ്റെ കാരണം അത് ഞാനാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അതേപ്പറ്റി നിൻ്റെ ചേച്ചിയും അമ്മമാരൊക്കെ പറയുമ്പോൾ എനിക്കതിൻ്റെ കാരണം മനസ്സിലാകുന്നുണ്ട്, നിൻ്റെ അമ്മയ്ക്കും. പക്ഷെ നിൻ്റെ ചേച്ചിമാർക്ക് ആ കാര്യങ്ങൾ അറിയാത്തത്. നവ്യയെടുത്തിയും നയനയെടുത്തിയും ഒന്നും മനസ്സിലാക്കാതെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇനി മനസ്സിലാകുന്നവർക്കൊന്നും നീ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നിൽക്കേണ്ട കാര്യമില്ല, ദേവി ഇവിടെ നിന്ന് പോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അനിയെ ഓടിച്ചു വിടാൻ മാക്സിമം നമ്മുടെ നന്ദു ശ്രമിക്കുന്നുണ്ട്. എന്തായാലും അനി അന്നേരം അവിടെ നിന്ന് അങ്ങ് പോയി. അനി പോയപ്പോൾ നന്ദു ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. അനി ഗേറ്റ് അടച്ച് കയറിപ്പോയി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജലജയാട്ടോ. രാത്രി കിടന്നുറങ്ങുക. അപ്പോൾ ജലജയ്ക്കാണെന്നുണ്ടെങ്കിൽ പേടിയാവുകയാണ്. കാരണം തൊട്ടടുത്ത് കനകമാണ് കിടക്കുന്നത്. എന്താ വരുന്നതെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ കനകം ഇങ്ങനെ തലയിൽ പുതപ്പൊക്കെ മൂടി പൊതച്ചാൽ കിടക്കണേ. അപ്പോഴേക്കും അവളുടെ ഒരു ഉറക്കം കണ്ടില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ജലജ, ഞാൻ അങ്ങനെ ഇപ്പം നീ കിടന്ന് ഉറങ്ങണ്ടടി എന്നും പറഞ്ഞുകൊണ്ട് കനകത്തിൻ്റെ മുന്നിൽ കിടന്ന് കൂർക്കം വലി അങ്ങ് തുടങ്ങി ജലജ കൂർക്കം വലിച്ചപ്പോൾ ഇത് എന്തൊരു വലിയായത്, ഇവിടെ കിടക്കുന്നതിനേക്കാളും നല്ലത് ഹോളിൽ പോയി കിടക്കുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകം ഇങ്ങനെ പറയുന്നു. ജലജ അങ്ങ് വലിച്ചങ്ങ് കൂട്ടാപ്പോഴത്തേക്കും രാത്രിയിൽ ഒന്നും അറിയാതെ അവളങ്ങ് കിടന്നു കൂർക്കം വലിക്കുന്നത്. ഞാൻ വലിപ്പിക്കാവടി എന്നും പറഞ്ഞ് നമ്മുടെ കനക എന്നിട്ട് വല്ലാത്തൊരു ജന്മം തന്നെ ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ജലജ ഇങ്ങനെ വലിയുടെ ശബ്ദം അങ്ങ് കൂട്ടി. പെട്ടെന്ന് ഫോൺ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും സമയമൊന്നും ആയില്ല. എന്നിട്ട് പിന്നെ നമ്മുടെ കനക അവിടെ നിന്ന് എഴുന്നേറ്റ് പോയപ്പോൾ വലിയ നിർത്തി ജലജ ഇങ്ങനെ എഴുന്നേറ്റ് നോക്കുക. അവക്കടെ കളി എന്നോടാ, അങ്ങനെ തന്നെ ഞാൻ ഉറക്കില്ലടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ തന്നെ അവിടെ അങ്ങനെ ഇരിക്കുന്നു. എന്തായാലും കനക വന്നിട്ട് പതുക്കെ മൊബൈലൊക്കെ എടുത്ത് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് നന്ദുവിൻ്റെ അരികിൽ പോയിട്ട് അനി ഇങ്ങനെ വരുന്നത് കാണുന്നത്. പെട്ടെന്ന് അവിടെ ലൈറ്റ് ഇട്ടു. പെട്ടെന്ന് അനിയെ കണ്ടപ്പോൾ കനകം ആഹാ എന്നിങ്ങനെ ചോദിച്ചു. എന്താ മോൻ ഈ സമയത്ത് ഇതെവിടെ പോയിട്ട് വരുവാ എന്ന് ചോദിച്ചു കനകം. അത് പിന്നെ ഞാനൊന്ന് പുറത്തു പോയതാണെന്നൊക്കെ പറഞ്ഞു, ഒരു കൂട്ടുകാരൻ വിളിച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ആഹാ 10 മണി കഴിഞ്ഞാൽ ഇവിടുന്ന് ആരും പുറത്തേക്ക് പോകരുതെന്നല്ലേ മുത്തശ്ശൻ്റെ ഓർഡർ എന്ന് കനകം അന്നേരത്തേക്ക് അനിയോട് ചോദിച്ചു. അത് പിന്നെ മുത്തശ്ശനോട് പറയല്ലേ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അനി പറയാം. അതും പറഞ്ഞ് അനി അകത്തേക്ക് കയറിപ്പോയി എന്നും പറഞ്ഞ് തലയാട്ടിക്കൊണ്ട് നമ്മുടെ കനകം അവിടെ നിൽക്കുക കേട്ടോ. പെട്ടെന്ന് കനകത്തിന് പേടി, ഇനി നന്ദു അങ്ങോട്ടെങ്ങാനും ആണോ ചെന്നേ എന്ന് നന്ദുവിൻ്റെ ഫോൺ എടുത്ത് അമ്മ വിളിക്കുന്നു. അപ്പോൾ അനിമോൻ അവിടെ വന്നിരുന്നല്ലേ എന്ന് ഫോൺ എടുത്ത് നന്ദുവിനോട് ചോദിക്കുന്നു കനകം. എന്താ അമ്മ അങ്ങനെ ചോദിച്ചത്? അപ്പം എന്തിനാ അവൻ വന്നത് എന്നൊക്കെ ചോദിച്ചു. ഇവിടെ വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ വന്നില്ലേ? ആര് പറഞ്ഞു വന്നില്ലെന്ന്? അമ്മയോട് കള്ളം പറയല്ലേ. അനിമോൻ ഇപ്പോൾ പറഞ്ഞല്ലോ അമ്മയുടെ അടുത്ത് അനിമോൻ അവിടെ വന്നിരുന്നു എന്ന്. ഓ അങ്ങനെ പറഞ്ഞോ എന്ന് നന്ദു. എന്നാൽ പിന്നെ ചോദിക്കണമല്ലോ,
ഞാനിപ്പോൾ അങ്ങോട്ട് വിളിക്കാം എന്ന് പറഞ്ഞപ്പം വേണ്ട 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 ഇപ്പോൾ വിളിക്കുമൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകം നന്ദുവിൻ്റെ മുന്നിൽ ചുറ്റിക്കെട്ടുക. അതെ, ഹനുമാൻ ഇപ്പോൾ പുറത്ത് പോയിട്ട് ഇങ്ങോട്ട് കയറി വന്നായിരുന്നു. അപ്പോൾ അമ്മയ്ക്കൊരു സംശയം തോന്നിയതാ മോളെ കണ്ടിട്ട് വരുവാണോന്ന്. അതാ അമ്മ അങ്ങനെ ചോദിച്ചത് കേട്ടോ എന്ന് പറയുമ്പം അമ്മ എന്തൊക്കെയാ അമ്മ ഈ പറയുന്നേ? അനി പുറത്തേക്ക് പോകുന്നതൊക്കെ എന്നെ കാണാൻ വേണ്ടിയിട്ടാണോ, അതും ഈ സമയത്ത് എന്ന് ചോദിച്ച നന്ദുവിനോട്. ആ പറയാൻ പറ്റില്ലല്ലോ ഓരോന്നിനെ മനസ്സിലിട്ടിപ്പോൾ എന്താണെന്നൊക്കെ. അതൊക്കെ പോട്ടെ നന്ദുട്ടാ, ദേ നീ എന്താ ഇതുവരെ ഉറങ്ങാത്തത് എന്ന് ചോദിച്ചു. വിളിച്ചപ്പോൾ തന്നെ നീ ചാടി ഫോൺ എടുത്തല്ലോ, അതെന്താ? ആ എനിക്ക് ഉറക്കം വന്നില്ല. അതെന്താ എൻ്റെ കുറ്റമാണോ എന്ന് ചോദിച്ച് നന്ദു ദേഷ്യപ്പെടുമ്പം എന്നാൽ ഫോൺ വെച്ചിട്ട് നീ കിടക്കാൻ നോക്കാൻ പറഞ്ഞു കനകം. ആ ശരി എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കനകത്തിന് ടെൻഷനായി, നന്ദുവിന് പേടിയുമായി. ഇതെല്ലാം കഴിഞ്ഞ് ആദർശ് ഇങ്ങനെ രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ് അങ്ങനെ ഇരിക്കുമ്പോൾ കനകം ചായ ആയിട്ട് റൂമിലേക്ക് വന്നു. അപ്പം ചായ കൊണ്ട് വന്നപ്പം ആദർശ് വലിയ സന്തോഷമായിട്ട് അമ്മായിമ്മയുടെ ഇന്ന് ചായയൊക്കെ മേടിച്ച് കുടിക്കുക. അപ്പോൾ മുറിയിൽ മുല്ലപ്പൂവൊക്കെ ഇങ്ങനെ വെതറി കിടക്കുന്നത് കണ്ടു. ഇന്നലെ മുല്ലപ്പൂക്കൾ തന്നപ്പോൾ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല എന്ന് നമ്മുടെ കനകം പറഞ്ഞു. അപ്പോൾ എന്ത് പ്രതീക്ഷിച്ചില്ലെന്ന് അമ്മയെന്ന് ആദർശ് ചോദിച്ചു. അല്ല ഇങ്ങനെ വാരി വിതറും എന്നുള്ളൊരു ധാരണയൊന്നും അമ്മയ്ക്ക് ഇല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പം ആദർശ് ചമ്മിയിരിക്കാം. എന്താണെങ്കിലും അമ്മ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ സന്തോഷമായി, അല്ലെങ്കിൽ സംഭവമായി, സൂപ്പറായി എന്നൊക്കെ പറഞ്ഞപ്പം അമ്മ ഉദ്ദേശിച്ചതുപോലെ ഒന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞു ആദർശം. അയ്യോ അമ്മയൊന്നും ഉദ്ദേശിച്ചില്ലല്ലോ മോനെന്ന് കനക. ആദർശ് മോൻ ചായ കുടിക്കുക എന്നും പറഞ്ഞ് മോനെ കൊണ്ട് ചായ കുടിപ്പിക്കുന്നു. അങ്ങനെ കനക ഇവനെ ഒരു വഴിക്കാക്കിയിട്ടേ പോവത്തുള്ളൂ. എന്തായാലും മോളോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന മരുമകനായിട്ടുള്ളൊരു പണിയാണ് നമ്മുടെ കനക ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് മുല്ലപ്പൂ ഭാര്യയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതൊക്കെ നല്ലതാട്ടോ മോനെ എന്നൊക്കെ പറഞ്ഞു. ഒരുമിച്ച് പുറത്ത് പോകുമ്പോൾ തലയിൽ വയ്ക്കാൻ വാങ്ങി കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ തലയിൽ മാത്രമല്ല, ഈ തലേണയ്ക്കടിയിലും മുല്ലപ്പൂ ഒക്കെ വെക്കുന്നത് നല്ലതാണെന്നും വിശേഷിച്ചും സ്നേഹിക്കുന്ന ഭാര്യമാരാണെങ്കിൽ തലേണ മന്ത്രം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കനകം പറഞ്ഞു. അപ്പം എനിക്കങ്ങോട്ട് മനസ്സിലായില്ല അമ്മ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു ആദർശം. അല്ല മോൻ ചിന്തിച്ചാൽ മതി, മനസ്സിലായിക്കോളും. മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യങ്ങളും അമ്മ പറയാറില്ല എന്ന് പറഞ്ഞു. അമ്മ എന്നെ ശരിക്കും തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് കനകത്തിനോട് ആദർശ് പറഞ്ഞപ്പം അയ്യോ ഇതിനകത്ത് തെറ്റിദ്ധാരണയുടെ ഒരു പ്രശ്നവും ഇല്ല മോനെ, ഇതൊക്കെ എല്ലാ ദാമ്പത്യത്തിലും പറഞ്ഞിട്ടുള്ളതാണെന്ന് നമ്മുടെ കനകം പറയണു. ആദർശ് ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ഉറങ്ങുന്ന മുറിയിലെ ഇപ്പോഴും ഇതുപോലുള്ള ആ ഒരു മുല്ലപ്പൂ സുഗന്ധം പരക്കുന്നതൊക്കെ നല്ലതാണെന്നൊക്കെ പറഞ്ഞു. എങ്കിലേ ജീവിതത്തിലും ആ സുഗന്ധം ഉണ്ടാവത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പം അതെ അമ്മേ, ഇനി നയനയ്ക്ക് മുല്ലപ്പൂ ആവശ്യമുണ്ടെങ്കിലേ അത് ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം, അമ്മ കൊണ്ടു തരണമെന്നില്ല കേട്ടോ എന്ന് പറഞ്ഞു ആദർശ. അയ്യോ ഞാനല്ല മോനെ അത് തന്നത്, മോൻ്റെ മുത്തശ്ശി എൻ്റെ കയ്യിൽ തന്നത് ഞാൻ കൊണ്ടുവന്ന് തന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് മുറ്റത്തുനിന്ന് പറിച്ചെന്നാണല്ലോ അമ്മ പറഞ്ഞത്. അത് ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. പിന്നെ മോനൊന്ന് മാറിക്കേ, അമ്മ ഇതൊക്കെ തൂത്ത് വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞു. മോൻ ചായ എടുത്തോ എന്നും പറഞ്ഞത് അവരുടെ ബെഡ്റൂം നമ്മുടെ കനകം തന്നെ റെഡിയാക്കി കൊടുക്കുന്നു. ആ സമയത്ത് അങ്ങോട്ട് നമ്മുടെ നയനെ കുളിച്ചിട്ടൊക്കെ വന്നു. അയ്യോ അമ്മ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഈ മുല്ലപ്പൂ ഒക്കെ മാറ്റാന്ന് ഓർത്തായിരുന്നു മോളെ എന്ന് പറഞ്ഞപ്പോൾ അത് ഇന്നലെ രാത്രി ആദർശേട്ടൻ എങ്ങാണ്ട് കൊണ്ടുവന്ന് വെച്ചതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ കനകം ഇങ്ങനെ ഭയങ്കര ചിരി. അപ്പം നയനെ ഇങ്ങനെ നോക്കുക, അമ്മ എന്തിനാ ചിരിക്കുന്നേ എന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്നും പറഞ്ഞ് കനകം നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഉറക്കാതിരിക്കാൻ വേണ്ടിയാ. അപ്പോൾ എന്നെ ഇന്നലെ ഉറക്കിയിട്ടേ ഇല്ല ആദർശേട്ടൻ നമ്മുടെ നയന പറഞ്ഞു. അപ്പോൾ ഉറക്കാതിരിക്കാൻ വേണ്ടിയാ അമ്മ മുല്ലപ്പൂ ആദർശമോൻ്റെ കൈ കൊടുത്ത് വിട്ടത്. ഇപ്പോഴത്തെ എല്ലാം ഭാര്യ വിതറിയിരിക്കുകയാണെന്ന് പറഞ്ഞപ്പം രാത്രിയിൽ എന്തോ സ്വപ്നം കണ്ടിട്ട് ഇതെല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞതാ, അതാ ഇവിടെയെല്ലാം ആയത് എന്നിങ്ങനെ പറയുമ്പോൾ മനസ്സിലായി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്തു മനസ്സിലായെന്നാണെന്ന് മോള് ചോദിച്ചപ്പം ഒന്നുമില്ലെന്നതിന് മോളെ, ഒന്നുമില്ല കേട്ടോ, പിന്നെ ഇതിനെല്ലാം ഫലം കാണണം കേട്ടോ എന്നൊക്കെ പറയുമ്പം എന്താണെന്ന് ചോദിച്ചു നയന. ആദർശമോൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും ആഗ്രഹിക്കുന്നത് പോലെ ഉടനെ നിങ്ങൾക്കൊരു കുഞ്ഞു കാല് കാണാൻ കഴിയണമെന്ന്. അതൊക്കെ കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ നയനയ്ക്ക് ചെറിയൊരു ചമ്മലും കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മകളോട് നവ്യമോളാണ് മൂത്തതെങ്കിലും ഈ വീട്ടിലെ മൂത്ത മരുമകള് എൻ്റെ നയനക്കുട്ടനാ, അത് മറന്നു പോകരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞങ്ങനെ നമ്മുടെ അമ്മ മോളെ സ്നേഹിക്കുന്നു. അത് പറഞ്ഞ് പാവം കനകം അങ്ങ് പോയി. പക്ഷെ നയന ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുന്നതല്ല, അതൊന്നും നടക്കുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഗോവിന്ദേട്ടൻ നന്ദുവിൻ്റെ അടുത്തേക്ക് ചെന്നു. നന്ദു ഇന്നലെ നിന്നെ കാണാൻ ആരെങ്കിലും ഇവിടെ വന്നു എന്ന് ചോദിച്ചു. അപ്പം ഇല്ല. അപ്പം ഇന്നലെ രാത്രി ചെറിയ ശബ്ദമൊക്കെ ഞാൻ കേട്ടു, പൂച്ചോ മറ്റോ ആണെന്ന് കരുതിയാൽ ഞാൻ ഉണർന്നു വന്ന് നോക്കാതിരുന്നതെന്നൊക്കെ അച്ഛൻ പറയാം. മോള് പുറത്തേക്ക് പോയില്ല എന്ന് പറഞ്ഞ് സത്യമല്ലേ എന്ന് ചോദിച്ചപ്പം നന്ദു ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കാം. അപ്പം അതെ അച്ഛാ, എന്താ ഞാനിതിനെ പുറത്തേക്ക് പോകണമെന്ന് ചോദിച്ചു. അപ്പം ഇന്നലെ അനിമോൻ അങ്ങനെ ഇവിടെ വന്നായിരുന്നോ എന്ന് ചോദിച്ചു.
എന്നോട് കനകം അങ്ങനെ പറഞ്ഞു. അത് അമ്മ എന്നോടും ചോദിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്താ എന്നെ വിശ്വസിക്കാത്തത്? എനിക്ക് അനിയെ ഇഷ്ടമാണെന്നുള്ളത് സത്യമാണ്. പക്ഷെ അവൻ്റെ വിവാഹം ഉറപ്പിച്ചതിന് ശേഷം എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയൊന്നും ഇല്ല അച്ഛാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. എന്നെ 100% വിശ്വസിക്കാമെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരിത് നമ്മുടെ നന്ദു തന്നെ അച്ഛനോട് തുറന്നു പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരിത് അവനോട് ഇഷ്ടം തോന്നി, എൻ്റെ കുറ്റമല്ലല്ലോ അച്ഛ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ അർഹതയില്ലാത്ത നിൻ്റെ 2 ചേച്ചിമാരാണ് അനന്തപുരിയിലേക്ക് പോയിരിക്കുന്നത്, അതിൻ്റെ കൂടെ ഇനി മോള് കൂടി പോകാൻ ആഗ്രഹിക്കരുത് ഇതൊക്കെ പറഞ്ഞാണ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടുന്ന് പോണത്. നന്ദുവിന് വീണ്ടും വിഷമമായി. അങ്ങനെ നന്ദു സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് അനന്തപുരിയിൽ നമ്മുടെ അനി ഇങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയും അച്ഛനും കൂടെ അങ്ങോട്ടേക്ക് വന്നു. നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അപ്പോൾ നീയും കൂടെ വാ എന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോൾ എങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന അനിയോട് അനാമിക മോളുടെ വീടിൻ്റെ അടുത്തുള്ള ബന്ധുക്കളുടെ വീട്ടിലേക്കാണ് പോണത്, നീയും വന്നം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയും അച്ഛനും കൂടെ വിളിക്കുക. ആ കൂട്ടത്തിൽ നമുക്ക് മോളുടെ വീട്ടിലും കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നയനയുടെ വീടിനടുത്തുള്ളവരെയൊക്കെ കല്യാണം വിളിക്കാനായിട്ട് പോണു. ആ കൂട്ടത്തിൽ നയനമോളുടെ വീട്ടിലും കയറി കല്യാണം വിളിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ പറയുമ്പോൾ അത്രയും നേരം ചെല്ലുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അനി അങ്ങനെയാണോ എന്ന് ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഉത്സാഹം കാണിക്കുന്നു. അപ്പോഴേക്കും നയന അങ്ങോട്ടേക്ക് വന്നു. മോളെത്തിയല്ലോ എന്ന് പറഞ്ഞു. വീട്ടിൽ പോകുന്നതിൻ്റെ സന്തോഷം ഉണ്ടല്ലോ മോൾക്ക് എന്ന് പറഞ്ഞു. ഒരുപാട് നാളായില്ലേ വീട്ടിലേക്ക് പോയിട്ട്, അപ്പോൾ പിന്നെ സന്തോഷം കാണാതിരിക്കുകയല്ലേ എന്ന് നയന ചോദിക്കുന്നു. അതെ, കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ മാത്രം ഒതുങ്ങി കൂടണം എന്നുള്ള ഒരു അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് മോൾക്ക് അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ മോൾ അവിടെ നിന്നോ എന്നിങ്ങനെ പറഞ്ഞു ചെറിയച്ഛൻ. അപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കാതെ ഇരുന്നില്ല. ഇവിടെ ഇപ്പോൾ അമ്മയുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ഞാനും അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നന്ദുവിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് അച്ഛനും അമ്മയൊക്കെ പറയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞപ്പോൾ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അതെന്താണെന്നൊന്ന് മനസ്സിലാക്കണം, അതിനും കൂടെ ഞാൻ പോണേന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരുത്തൻ്റെ കാര്യം കണ്ടില്ലേ, കല്യാണം അടുത്തപ്പോൾ ഒന്നിനും ഒരു താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അന്നേരം നമ്മുടെ ചെറിയച്ഛനും ചെറിയമ്മയും കൂടെ പറഞ്ഞു അവൻ്റെ കല്യാണമാണ്, എന്നിട്ട് അത് വിളിക്കാൻ പോലും അവന് കൂടെ വരണമെന്നില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ കൂടെ വരുന്നില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. ഇനി എന്നാലും അതിനൊക്കെ നിന്നെ ഒരുപാട് നിർബന്ധിക്കണമല്ലോ, ഇപ്പം തന്നെ നീ പറഞ്ഞത് എന്താണെന്നൊക്കെ ചോദിച്ചു. അവിടെ നന്ദുവിനെ പോലെ ഇവിടെ കല്യാണം അടുത്തപ്പോൾ എനിക്കും ഉണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ, അതെന്താണെന്ന് മനസ്സിലാകുന്നില്ലെന്ന് നയന. അതെന്താണെന്ന് മാത്രം തുറന്നു പറഞ്ഞാലേ അറിയൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കൂടുതലും എല്ലാവരും കല്യാണം നടന്നു കാണാൻ ആഗ്രഹിക്കുന്നത്, ഇവൻ്റെ കല്യാണം മുടങ്ങാനാണ് ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേക്കും അനിയും അതുപോലെ നയനയും കൂടെ പോകാൻ റെഡിയായിട്ട് അങ്ങോട്ടേക്ക് പോകണു. പിന്നെ മോളും ചെറിയമ്മയും അതുപോലെ എല്ലാവരും കൂടെ ചേർന്ന് നന്ദുവിൻ്റെ വീട്ടിലേക്ക്, അതായത് നമ്മുടെ നയനയുടെ വീട്ടിലേക്ക് തന്നെ വന്നിരിക്കുന്നു കല്യാണം വിളിക്കാനായിട്ട്. അപ്പോൾ വരുന്നു. അച്ഛനെ കണ്ടതും നയന ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു. പിന്നെ ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ട് ഇങ്ങനെ കയറി വന്നു. അതിനുശേഷം ഇവർ വന്ന കാര്യങ്ങളൊക്കെ പറയൂ കേട്ടോ. ഈ വീടുമായിട്ട് ഞങ്ങളെക്കാൾ അടുപ്പം മോനല്ലേ, പ്രത്യേകിച്ച് നന്ദുവായിട്ട് എന്നൊക്കെ പറഞ്ഞ് അനിയെക്കുറിച്ച് അവിടെ നിന്ന് നമ്മുടെ ജാനകി പറയുന്നു. അപ്പോഴത്തേക്കും ഗോവിന്ദൻ ഇങ്ങനെ നോക്കുക. പിന്നെ കല്യാണം വിളി കഴിഞ്ഞിട്ട് ഞാൻ ഇളയമ്മയുടെ കൂടെ പോകുന്നില്ല കേട്ടോ അച്ഛാ, ഇവർക്ക് ഒരുപാട് സ്ഥലത്ത് കല്യാണം വിളിക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ കാണും എന്ന് നമ്മുടെ നയന പറഞ്ഞു. എന്നു മാത്രമല്ല 2-3 ദിവസം ഇവിടെ നിന്നോളാൻ മോളോട് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം ആഹാ അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചു. അവിടെ ഇപ്പോൾ അമ്മയുണ്ടല്ലോ, ഇവിടെയല്ലേ ആരും ഇല്ലാത്തത്, അതുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കണമെന്നുണ്ടായിരുന്നു എന്ന് നമ്മുടെ നയന പറയാം. എൻ്റെ മനസ്സറിഞ്ഞതുപോലെയാണ് മുത്തശ്ശി അത് പറഞ്ഞത്, 2 ദിവസം ഇവിടെ വന്ന് നിന്നോളാനെന്നും പറഞ്ഞ് നമ്മുടെ നയന ഇങ്ങനെ പറയണം. പിന്നെ വിശേഷങ്ങളൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് പിന്നെ കല്യാണം വിളിയും കാര്യങ്ങളൊക്കെ നടക്കുന്നു. പിന്നെ നന്ദു എന്തെന്ന് ചോദിച്ചു. നന്ദു പുറത്തേക്ക് പോയ കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ അമ്മയുടെയും അതുപോലെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഒക്കെ കാര്യങ്ങൾ നയന പറയുന്നത് പോലെ അമ്മയ്ക്കും അച്ഛനും നയനമോൾ കഴിഞ്ഞിട്ട് മറ്റെന്തോ ഉള്ളെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ജാനകി അവിടെ നിന്ന് പറയുന്നു. അങ്ങനെ ഇവരെങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ നയന അകത്തേക്ക് കയറി പോണു. കല്യാണം വിളിക്കുന്ന കാര്യം ഇങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ ഗോവിന്ദേട്ടൻ അനിയെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നു. കാരണം കൈവിട്ട് പോയാൽ തീർന്നില്ലേ എല്ലാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നന്ദി.